ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ DIY ജേർണലിംഗ് സപ്ലൈസിലെ ഫൈനൽ പാർട്ടാണ്. പാർട്ട് 1ഉം 2ഉം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കണ്ടു നോക്കാം. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ട് ലാസ്റ്റ് DIY ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ജേർണലിംഗ് സപ്ലൈസും വെച്ചിട്ട് ഒരു ജേർണലിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാം. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ടും ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിൻറ്റേജ് ലേബിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഐഡിയാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ പോയിട്ട് ലേബിൾസ് ഫോർ ജേർണലിംഗ് അടിച്ച് നോക്കിയാൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് ഒക്കെ വരും. അതിലേതെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിൽ ഇഷ്ടമായി കുറച്ച് ലേബിൾസിൻ്റെ അത് ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. വരയ്ക്കാനൊന്നും അറിയാത്തവർക്ക് എന്നാൽ അതൊന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. വിൻറ്റേജ് ലേബിൾസ് ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ ബ്രഷ് പെന്നുകൊണ്ട് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ലേബിൾസിൻ്റെ ആ ഒരു ഷേപ്പിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കണേ. ഇപ്പം ഈ ഒരു കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോഫി പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ടോ അല്ലാണ്ട് അക്രിലിക് പെയിൻറ് തന്നെ ഒന്ന് ഡൈല്യൂട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതേപോലത്തെ കളർ കിട്ടും. ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ ഒരു പേപ്പറിൽ സെലോ ടേപ്പ് ഉണ്ടല്ലോ, ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ലേബിൾസ് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ അത് പറഞ്ഞു പോരില്ല, അതിനാണ്. അങ്ങനെ ലേബിൾസ് ഒക്കെ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ലേബിൾസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി എന്നാൽ ഇൻസ്പിറേഷണൽ കോഡ്സ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് പേപ്പറിൽ കോഡ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കോഡ്സ് ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഇൻസ്പിറേഷണൽ കോഡ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് എഴുതിയെടുത്താൽ മതി. എഴുതിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി എന്നാൽ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഫെവി സ്റ്റിക്കാണ് യൂസ് ചെയ്യണേ. കോഡ്സിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിനി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രാൻസ്പാരൻറ്റ് സെലോ ടേപ്പ് ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യണേ. ഒരു കോട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത കോട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാട്ടോ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ. അതാകുമ്പോൾ നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യാനെടുക്കുമ്പോൾ ഒരെണ്ണത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് കീറിപ്പോകുന്നില്ല. അപ്പോൾ കോഡ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ജേർണലിംഗ് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. സ്റ്റാമ്പ്സ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ലെങ്ത് ഉള്ള ഒരു പേപ്പർ എടുക്കാം. ഞാനിവിടെ ഡ്രോയിങ് പേപ്പറാണ് എടുത്തേക്കണത്. സാധാ പേപ്പർ ആയാലും കുഴപ്പമില്ല. അതൊന്ന് 4ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ 6 മോഡലിലാണ് കട്ട് ചെയ്യണത്. അവിടെ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പൊന്നും ഇടണ്ട. സാധാ നോർമലായിട്ട് ഇതേപോലെ 6 ആയിട്ട് 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. സൈഡ്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ടോപ്പും ബോട്ടവും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പിൽ കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 തന്നെയാണ്. പക്ഷേ അതിൽ ഒരെണ്ണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത കട്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ കാണിക്കുന്ന പോലെ ഒരെണ്ണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്തത് കട്ട് ചെയ്യണേ. എന്നാലാണ് ഇത് നമ്മളിനി തുറക്കുമ്പോൾ 4ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനി അൺഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇതേപോലെ സ്റ്റാമ്പ്സിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു പേപ്പറും കൂടി ഉണ്ട്, അതിലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ സ്റ്റാമ്പ്സിൻ്റെയും സെൻറ്ററിൽ ഞാൻ ബ്ലാക്ക് പെൻ കൊണ്ട് ഒരു റെക്റ്റാങ്കിളും കൂടെ വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റത്തെ 4 സ്റ്റാമ്പ്സിൻ്റെ ആ ഒരു സെറ്റിൽ ഞാൻ ഫുള്ളും ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻസ് ആട്ടോ കൊടുക്കണേ. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഡ്രോ ചെയ്തെടുത്താൽ മതി. ഫ്ലവർ വരച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബ്ലാക്ക് പെൻ കൊണ്ട് ഒന്ന് ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇത്തിരി കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഓരോ സ്റ്റാമ്പിലായിട്ടും ഫ്ലവേഴ്സ് ഇവിടെ വരച്ചെടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റാമ്പ്സിൻ്റെ ഈ ഒരു സെറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റത്തെ ഫുള്ളും ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റാമ്പ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ്സ് ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈൻസ് കൊടുക്കും. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഞാൻ ഇതേപോലെ ഇൻസ്പിറേഷണൽ കോഡ്സ് എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാമ്പ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ DIY ജേർണലിംഗ് സപ്ലൈസ് ഇവിടെ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കെന്നാൽ ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ DIY ജേർണലിംഗ് ബുക്കിലൊരു പേജ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത ഈ ഒരു പാറ്റേൺ പേപ്പർ ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് കീറാം. ഈ ഒരു സപ്ലൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയയിൽ തോന്നണ പലതരം നമുക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഫെവി സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ ചെയ്ത DIY ജേർണലിംഗ് സപ്ലൈസ് വെച്ചിട്ട് നമുക്ക് കുറേ തവണ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പാറ്റേൺ പേപ്പർ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വാഷി ടേപ്സ് ആട്ടോ യൂസ് ചെയ്യണേ. ഇപ്പോൾ ബ്രൗൺ ആണ് ഞാൻ ഫുൾ എടുക്കണത്, കാരണം ഒരു വിൻറ്റേജ് ജേർണലിംഗ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വാഷി ടേപ്പ് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഫെവി സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു വാഷി ടേപ്പ് ഞാനിവിടെ ബോട്ടം പാർട്ടിലേക്ക് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ. ടോപ്പ് പാർട്ടിക്ക് നമ്മൾ തന്നെ ചെയ്ത DIY ആയിട്ടുള്ള വേറൊരു വാഷി ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അടുത്തതായിട്ട് പാറ്റേൺ പേപ്പറിൻ്റെ മുകളിലായിട്ട് പേപ്പർ ഡോയിലീസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള പേപ്പർ ഡോയിലീസ് ആയിട്ട് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യണേ. പിന്നെ ഞാൻ സൈഡ് ഭാഗമൊക്കെ ഇത്തിരി ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ വേറൊരു പാറ്റേൺ പേപ്പറും കൂടെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കീറിയെടുത്തിട്ട് ആ ഒരു സൈഡിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ജേർണലിംഗ് കാർഡും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കുറേ ജേർണലിംഗ് കാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കുക, എന്നിട്ട് അതിൽ ഫെവിസ്റ്റിക്ക് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ഞാൻ അതേപോലെ തന്നെ ലേബിൾസ്, എൻവലപ്സ്, പിന്നെ ഒരു സ്റ്റാമ്പ്സ് അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റാമ്പ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബട്ടർഫ്ലൈ സ്റ്റിക്കറൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുന്നിടത്ത് നമ്മൾ ഉണ്ടാക്കിയ ഏതെങ്കിലുമൊക്കെ ഒന്ന് ജേർണലിംഗ് സപ്ലൈസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഇൻസ്പിറേഷണൽ കോഡ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻസ്പിറേഷണൽ കോഡ്സിലൊക്കെ ഞാൻ ലൈറ്റ് ബ്രൗൺ ബ്രഷ് പെൻ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു വിൻറ്റേജ് ജേർണലിങ്ങിന് ഇത്തിരി കൂടെ മാച്ചായിട്ട് തോന്നിയത്. പിന്നെ ആ ഒരു ലേബിളിൻ്റെ ആ ഒരു പാർട്ടിൽ ഞാനൊരു കോട്ടും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നേരത്തെ എഴുതിയ കോഡ്സിൻ്റെ സ്റ്റിക്കേഴ്സിൽ ഏതെങ്കിലുമൊക്കെ കോഡ്സ് ഇവിടെ ലേബിൾസിൽ എഴുതി കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റായിട്ട് ഒരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് ഇവിടെ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജേർണലിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കണ്ട. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.